ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രൊവൈഡ്സിന്റെ മറ്റൊരു നോൾ ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷനുകളെ കുറിച്ചാണ് നോക്കിയത്. ഈ വീഡിയോയിൽ എന്താണ് ക്ലാസ്സുകളെന്നും ക്ലാസ്സുകൾ എങ്ങനെയാണ് പൈത്തണിൽ ഉപയോഗിക്കുന്നതെന്നും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ടെക്ബിറ്റ് പ്രൊവൈഡ്സ് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലാസ്സുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് UPS കൺസെപ്റ്റ് എന്നത്, അഥവാ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒരു സോഫ്റ്റ്വെയർ കോഡ് ചെയ്യുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒരു വഴിയാണ് UPS മെത്തേഡ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ നമ്മൾ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് സാഹചര്യങ്ങളും കാര്യങ്ങളുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റുകളുടെ മുഴുവൻ വിഭാഗത്തിനും ഉണ്ടാവുന്ന പൊതുവായ സ്വഭാവമാണ് നിർവചിക്കുന്നത്. പൈത്തൺ പ്രോഗ്രാമിൽ മാത്രമല്ല ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത്. ക്ലാസ്സുകൾ മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും ഉപയോഗിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ പ്രോഗ്രാമിൽ ഉള്ള ഡാറ്റകളെയും ഫംഗ്ഷനുകളെയും ഒരു ലോജിക്കൽ ഗ്രൂപ്പായി മാറ്റുന്നതിനും അത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും മാറ്റങ്ങൾ വരുത്തുന്നതിനും സഹായിക്കുന്നു. ഡേറ്റയും ഫംഗ്ഷനുകളും എന്ന് പറഞ്ഞാൽ ഇവിടെ ആട്രിബ്യൂട്ടും മെത്തേഡും ആണ് ഉദ്ദേശിക്കുന്നത്. UPS കൺസെപ്റ്റിനെ സിമ്പിൾ ആയിട്ട് നിർവചിക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ഇതൊക്കെ കൂടി ചേരുന്നതാണ് UPS കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് എൻട്രികളെയാണ്. നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന എല്ലാത്തിനെയും ഒരു ഒബ്ജക്റ്റ് ആയി കൺസിഡർ ചെയ്യാം. ഒബ്ജക്റ്റുകൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടാകും. അതുപോലെ തന്നെ ഒബ്ജക്റ്റുകൾ വ്യത്യസ്തമായ ടാസ്കുകൾ കംപ്ലീറ്റും ചെയ്യുന്നു. ഉദാഹരണം നോക്കിയാൽ മനുഷ്യൻ എന്നത് ഒരു ഒബ്ജക്റ്റ് ആയി സങ്കല്പിക്കുക. മനുഷ്യന്റെ പ്രോപ്പർട്ടികൾ നോക്കിയാൽ പേര്, കളർ, ഉയരം, ഭാരം എന്നിങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഒരു മനുഷ്യൻ കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ വോക്ക് അഥവാ നടക്കുക, ഓടുക, എഴുതുക എന്നിങ്ങനെയൊക്കെയാണ്. ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റുകൾ ഫോളോ ചെയ്യേണ്ട ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഒരു ക്ലാസ് ഇല്ലാതെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുകയില്ല. ക്ലാസ്സുകളിൽ ഒന്നോ അതിലധികമോ ഒബ്ജക്റ്റുകൾ ഉൾക്കൊണ്ടിരിക്കുന്നു. ഒബ്ജക്റ്റിനെ നമുക്ക് ക്ലാസ്സുകളുടെ ഇൻസ്റ്റന്റ് ആണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യുന്നത് ഒബ്ജക്റ്റുകളാണ്. ഉദാഹരണത്തിന് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതിന്റെ പ്രോപ്പർട്ടീസ് അഥവാ വേരിയബിൾസ് എന്ന് പറയുന്നത് നെയിം, എംപ്ലോയി ID, ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇവിടെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളും ഫോളോ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം, എംപ്ലോയി ID, ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെയുള്ളത്. ഒരു കമ്പനിയിൽ ഒന്നിലധികം എംപ്ലോയീസ് ഉണ്ടാകാം. എല്ലാ എംപ്ലോയീസും ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റുകളെല്ലാം ഫോളോ ചെയ്യുന്നത് ഒരേ പ്രോട്ടോടൈപ്പുമാണ്. എംപ്ലോയീസ് പെർഫോം ചെയ്യുന്ന ടാസ്ക് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഏതൊരു ഒബ്ജക്റ്റ് ഈ ക്ലാസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്താലും അത് സെയിം സ്ട്രക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ കുറെ എംപ്ലോയീസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എംപ്ലോയി 1, എംപ്ലോയി 2, എംപ്ലോയി 3 എന്നിങ്ങനെ 3 എംപ്ലോയി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഫസ്റ്റ് എംപ്ലോയിക്ക് നെയിം, അതുപോലെ ഒരു എംപ്ലോയി ID, അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് എംപ്ലോയി ആണെങ്കിൽ വേറൊരു നെയിം, അതുപോലെ വേറൊരു എംപ്ലോയി ID, ചിലപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെന്റും ആയിരിക്കും. ഇങ്ങനെ ഓരോ എംപ്ലോയീസിനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഇവിടെ എംപ്ലോയി ക്ലാസ്സിൽ എംപ്ലോയി 1, എംപ്ലോയി 2, എംപ്ലോയി 3 എന്നിങ്ങനെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഓരോ ഒബ്ജക്റ്റുകളും ചെയ്യുന്ന ടാസ്ക് ആണ് വർക്ക് എന്ന് പറയുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ ക്ലാസ് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ക്ലാസ്സിനകത്ത് പാസ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം എംപ്ലോയി _1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ക്ലാസ്സിനെ അവിടെ കോൾ ചെയ്യുന്നു. അതിനുശേഷം എംപ്ലോയി 1, എംപ്ലോയി 2 എന്ന് പറഞ്ഞ് രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു കോഡ് റൺ ചെയ്താൽ എംപ്ലോയി 1 എന്ന് പറയുന്നതും അതുപോലെ എംപ്ലോയി 2 എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ എംപ്ലോയി 1 ഡോട്ട് ഫസ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് നെയിം, എംപ്ലോയി 1 ഡോട്ട് ലാസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് നെയിം, എംപ്ലോയി 1 ഡോട്ട് ഇമെയിൽ ഈക്വൽ ടു employee1@g.com, എംപ്ലോയി 1 ഡോട്ട് പേ ഈക്വൽ ടു 10,000. ഇതുപോലെ എംപ്ലോയി 2വിനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ് വരുന്നത്. ഇങ്ങനെ നമ്മൾ കോഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ എംപ്ലോയീസിനും ഡിഫറെന്റ് ആയിട്ട് ഡാറ്റ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കോഡ് സൈസ് കൂടുകയും ആക്സസിബിലിറ്റിയും
എല്ലാം ഡിഫിക്കൽട്ടായി മാറുകയും ചെയ്യും. ഈ ഒരു പ്രോബ്ലം നമുക്ക് ക്ലാസും ഒബ്ജക്റ്റും ഉപയോഗിച്ച് റിസോൾവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും employee1.pay എന്ന് പറയുന്നതും employee2.pay എന്ന് പറയുന്നത് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 2 ലൈനുകൾ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. കഴിഞ്ഞ കോഡിൽ കണ്ടതുപോലെ ഓരോ എംപ്ലോയീസിനും ഡിഫറന്റ് ആയിട്ട് ഡാറ്റ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഡിഫൈൻ ഇനിറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുന്നു. എല്ലാ ക്ലാസ്സിലും ഡിഫൈൻ ഇനിറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഇനീഷ്യലൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്ലാസ്സിലേക്ക് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് പാസ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസിനെയാണ് അസൈൻ ചെയ്യുന്നത്. ഇവിടെ സെൽഫ് ഡോട്ട് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ഫസ്റ്റ് നെയിം എന്നും സെൽഫ് ഡോട്ട് ലാസ്റ്റ് നെയിം ഈക്വൽ ടു ലാസ്റ്റ് നെയിം എന്നും സെൽഫ് ഡോട്ട് പേ ഈക്വൽ ടു പേ എന്നും അതുപോലെ സെൽഫ് ഡോട്ട് ഇമെയിൽ ഈക്വൽ ടു ഫസ്റ്റ് നെയിം പ്ലസ് ഒരു ഡോട്ട് അതിനുശേഷം ലാസ്റ്റ് നെയിം പ്ലസ് @g.com എന്നും അസൈൻ ചെയ്തിരിക്കുന്നു. സെൽഫ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണ് പാസ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് employee1 ആണെങ്കിൽ സെൽഫ് എന്ന് പറയുന്നത് employee1 ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ employee2 ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നതെങ്കിൽ employee2 എന്നായിരിക്കും സെൽഫിന് പകരം അസൈൻ ആകുന്നത്. ഈ ഒരു കോഡ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ employee1ന്റെയും അതുപോലെ employee2ന്റെയും ഇമെയിൽ ഐ ഡി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം. ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് employee1ന്റെ ഫസ്റ്റ് നെയിമും അതുപോലെ employee1ന്റെ ലാസ്റ്റ് നെയിമും ഒരുമിച്ച് പ്രിന്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് കാണാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ക്ലാസ്സിനകത്ത് തന്നെ ഒരു മെത്തേഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഫൈൻ ഫുൾ നെയിം ഓഫ് സെൽഫ് ഈക്വൽ സെൽഫിനകത്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു കോഡ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലാസ്സിനകത്തുള്ള ഈ ഒരു മെത്തേഡിനെ കോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഏത് ഒബ്ജക്റ്റിനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഏത് മെത്തേഡിനെയാണോ കോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റും സെയിം റിസൾട്ട് തന്നെയായിരിക്കും നൽകുന്നത്. എംപ്ലോയി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ്. അതുപോലെ ഫുൾ നെയിം എന്ന് പറയുന്നത് ക്ലാസ്സിന് അകത്ത് ഉള്ള ഒരു മെത്തേഡാണ്. അതുപോലെ employee1 എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് രണ്ടും ഒരേപോലെ കിട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഉപ്സ് കൺസെപ്റ്റിന്റെ ഒരു ബേസിക് ഐഡിയ അതുപോലെ ഒരു ക്ലാസ് എന്താണ്, ഒരു ഒബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ഉദാഹരണമാണ്. ഇവിടെ ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ്സിനകത്ത് അതിന്റെ പ്രോപ്പർട്ടീസ് ആയ നെയിം, ഏജ് എന്നിങ്ങനെ 2 വേരിയബിൾസ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ 2 മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ 2 മെത്തേഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിന് ചെയ്യാൻ സാധിക്കുന്ന ടാസ്കുകളാണ്. ഇവിടെ ഡിഫൈൻ സിറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ഡിഫൈൻ റോൾ ഓവർ എന്നും പറഞ്ഞിരിക്കുന്നു. ഒരു ഡോഗിന് ചെയ്യാൻ സാധിക്കുന്നതാണ് സിറ്റ്. അതുപോലെ ഒരു ഡോഗിന് റോൾ ഓവർ ചെയ്യാനും സാധിക്കും. അതിനുശേഷം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. മൈ ഡോഗ് ഈക്വൽ ടു ഡോഗ് വില്ലി 6. വില്ലി എന്ന് പറയുന്നത് ആ ഒരു ഡോഗിന്റെ നെയിമും അതുപോലെ 6 എന്ന് പറയുന്നത് അതിന്റെ ഏജുമാണ്. അതിന് തൊട്ട് താഴെ അത് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന കമാൻഡ് കാണും. മൈ ഡോഗ്സ് നെയിം ഈസ് മൈ ഡോഗ് ഡോട്ട് നെയിം ഡോട്ട് ടൈറ്റിൽ എന്നിങ്ങനെയാണ് ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മൈ ഡോഗ് ഈസ് സ്ട്രിംഗ് മൈ ഡോഗ് ഡോട്ട് ഏജ് എന്ന് കൊടുത്തിരിക്കുന്നു. മൈ ഡോഗ് ഡോട്ട് ഏജിൽ ആ ഒരു പട്ടിയുടെ ഏജിന്റെ വാല്യൂ ആണ് വരുന്നത്. ആ ഏജിന്റെ വാല്യൂ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. കോളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡോട്ട് നൊട്ടേഷൻ ഉപയോഗിച്ച് ആ ഒരു മെത്തേഡിനുള്ളിൽ ആ ഒരു ക്ലാസ്സിനുള്ളിലുള്ള മെത്തേഡുകളെ കോൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇവിടെ മൈ ഡോഗ് ഡോട്ട് സിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ക്ലാസ്സിനകത്തുള്ള ഡിഫൈൻ സിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ മൈ ഡോഗ് ഡോട്ട് റോൾ ഓവർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് ഡിഫൈൻ റോൾ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റൺ ചെയ്യുമ്പോൾ നമുക്ക് വില്ലി ഈസ് നൗ സിറ്റിംഗ് അതുപോലെ വില്ലി റോൾഡ് ഓവർ എന്നിങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് വേണ്ടി ഒന്നിലധികം ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇതിനു മുമ്പ് നമ്മൾ മൈ ഡോഗ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇവിടെ സെയിം ക്ലാസ് യൂസ് ചെയ്യുന്ന യുവർ ഡോഗ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. യുവർ ഡോഗ് ഈക്വൽ ടു ഡോഗ് ലൂസി 3. ലൂസി എന്ന് പറയുന്ന ഒരു ഡോഗ് അതിന് 3 ഇയേഴ്സ് ആണ് ഇവിടെ ഏജ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ 2 ഡോഗിന്റെയും പ്രോപ്പർട്ടീസ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. ഈ കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഔട്ട്പുട്ട് കിട്ടുന്നു. നമുക്ക് ക്ലാസുകൾ പലതരത്തിലുള്ള റിയൽ വേൾഡ് സിറ്റുവേഷൻസ് റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും അതുപോലെ മെത്തേഡുകൾ ഉപയോഗിച്ചും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് നമുക്ക് കാണാൻ സാധിക്കും.
അതിനകത്ത് ഗെറ്റ് ഡിസ്ക്രിപ്റ്റീവ് നെയിം എന്ന് പറഞ്ഞ ഒരു മെത്തേഡും കാണാൻ സാധിക്കും. ഇവിടെ മൈ ന്യൂ കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഒബ്ജക്റ്റിനെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 2016 ഓഡി A4 എന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിവിടെ രണ്ട് മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. റീഡ് ഓഡോമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അതിനുശേഷം ഇവിടെ ഇനിഷ്യലൈസേഷനിൽ നമ്മൾ ഓഡോമീറ്റർ റീഡിംഗ് ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്തിരിക്കുന്നു. ഈ ഒരു കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദിസ് കാർ ഹാസ് 0 മൈൽസ് ഓൺ ഇറ്റ് എന്ന്. ഇത് ക്ലാസ്സിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാല്യൂ ആണ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ആട്രിബ്യൂട്ട്സ് വാല്യൂ ഡയറക്ട്ലി മോഡിഫൈ ചെയ്യാൻ സാധിക്കും. മൈ ന്യൂ കാർ ഡോട്ട് ഓഡോമീറ്റർ റീഡിംഗ്സ് ഈക്വൽ ടു 23. അതിനുശേഷം നമ്മൾ ആ ഒരു ക്ലാസ്സിനെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ദിസ് കാർ ഹാസ് 23 മൈൽസ് ഓൺ ഇറ്റ് എന്നാണ് ഇപ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കോഡിൽ നമ്മൾ ഇനിറ്റ് മെത്തേഡിൽ സെൽഫ് ഡോട്ട് ഓഡോമീറ്റർ റീഡിംഗ് ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ആ ഒരു ഒബ്ജക്റ്റിനെ അപ്ഡേറ്റ് ഓഡോമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഓഡോമീറ്റർ റീഡിംഗ് 23 എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ ഒരു കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ മെത്തേഡ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ആയിട്ട് ഇവിടെ റിസൾട്ടിൽ കിട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു പ്രോഗ്രാമിൽ ഓഡോമീറ്റർ റീഡിംഗ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻക്രിമെന്റ് ഓഡോമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അവിടെ ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് ഓഡോമീറ്ററിൽ നമ്മൾ 100 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യുന്നു. 23,500 എന്ന് പറയുന്ന ഒരു വാല്യൂവിന്റെ കൂടെ 100 കൂടി ആഡ് ചെയ്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ഇവിടെ റിസൾട്ടിൽ നമുക്കത് കാണാൻ സാധിക്കും. 23,500ന്റെ കൂടെ 100 കൂടി ആഡ് ചെയ്ത് 23,600 വീണ്ടും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നു. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നോളജ് ഷെയറിംഗ് വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.